അപ്പോൾ തുടങ്ങാം. ഹലോ, ഇന്ന് നമ്മുടെ പട്ടിക്കുട്ടിയെ കുളിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അവൻ ആദ്യമായിട്ടാണ് കുളിക്കുന്നത്. ക്ഷമിക്കണം, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുളിച്ചതാ. ഇനി അടുത്ത ഞായറാഴ്ച കുളിക്കാവൂ. വ്രതമുണ്ട്. എന്നെ കുളിക്കൊണ്ടിട്ട കുളത്തിലെ മീനുകളെല്ലാം ചത്തു പെരുവും. അത് പറഞ്ഞത് ശരിയാണ്. അവൻ ഇന്ന് കളിക്കാൻ വിട്ട് അവ ചെളിവെള്ളത്തിലേക്ക് കുളിച്ചിട്ടേ വരത്തുള്ളൂ. പ്രൊവിറ്റിന്റെ ഡോഗ് ഷാമ്പു വെച്ചാണ് നമ്മൾ ഇവിടെ കുളിപ്പിക്കുന്നത്. ഇത് പുൽപ്പട്ടി ആയതുകൊണ്ട് ധാരാളം ചെല്ലിനകത്ത് കാരണമുണ്ട്. അതുപോലെ പൂട പൊഴിയാറുമുണ്ട്. അപ്പോൾ ഈ ഷാമ്പു കൊണ്ട് പൂടയൊന്നും അങ്ങനെ പൊഴിഞ്ഞു പോകത്തുമില്ല. ചെല്ലെല്ലാം കുറച്ചൊക്കെ ചത്തു പോകുന്നതുകൊണ്ട്. അവൻ്റെ മുഖമെല്ലാം നല്ല വൃത്തിയായിട്ട് തേച്ച് കഴുകുന്നുണ്ട്. സാധാരണ അവന് കുളിക്കാനൊക്കെ മടിയാണ്. ഇന്നെന്തോ ചൂടായതുകൊണ്ടാവാം അവൻ നല്ലോണം നിന്ന് തരുന്നുണ്ട്, നല്ല സഹകരിച്ചൊക്കെ വരുന്നുണ്ട്. ഇവനെ കണ്ടാൽ ഭയങ്കര പാവമായിട്ട് തോന്നും, പക്ഷെ അത്രയ്ക്ക് പാവം നല്ല മഹാവീരാണ്. അങ്ങനെ നമ്മുടെ കുളിയുടെ പകുതിയായി. അപ്പം ഇവനെ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് കുളിപ്പിക്കുന്നത്. പുൽപ്പട്ടി ആയതുകൊണ്ടാണ് ആഴ്ച ഒരു ദിവസം കുളിപ്പിക്കുന്നത്. ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മാസത്തിൽ ഒരു ദിവസം കുളിപ്പിച്ചാൽ മതി. ഈ പട്ടിയെപ്പറ്റി എന്തെങ്കിലും അറിയണമെങ്കിലും പട്ടിയുടെ ഫുഡിനെ കുറിച്ച് എന്തെങ്കിലും അറിയണമെങ്കിലും നമുക്ക് കമൻറ്റ് വെച്ചത് നമ്മൾ കമൻറ്റിൽ എല്ലാ ഇതിനും ഉത്തരം പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ പട്ടിക്കുട്ടിയുടെ കുളി കഴിയാറായി. ഇപ്പോൾ അതിനെ വെള്ളം ഒഴിക്കുവാണ്. വെള്ളം ഒഴിക്കുമ്പോൾ അവൻ വലിയ ഇതൊന്നും ആവണില്ല, എന്നാലും അവനെ പിടിച്ച് നിർത്തി അങ്ങ് ഒഴിക്കുകയാണ്. ഇപ്പോൾ നല്ല സ്മൂത്തായിട്ടിരിക്കുന്നുണ്ടോ? അത് ഷാമ്പൂവിന് ഇതുകൊണ്ടാണ്. അവൻ നിന്ന് വെള്ളമൊക്കെ നക്കുന്നുണ്ടോ? കുളിച്ച് കഴിഞ്ഞുള്ള മെയിൻ ഇത് അവൻ്റെ ഒരു ഓട്ടമാണ്. അപ്പോൾ ഞാൻ ഇവനെ തോർത്തി കുളിപ്പിച്ച് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ശരി, ബൈ ബൈ, ടാറ്റ, ബൈ ബൈ.